പ്രൈസ് ഗോഡ്. ഈ നെഗറ്റീവ് പറയുന്നതും കേൾക്കുന്നതും നമ്മളിച്ചിരി എഫേർട്ട് എടുത്തിട്ടാണെങ്കിലും അതിനെ നിർത്തണം, അതിനെ ഒഴിവാക്കണം. നമ്മൾ പറയാറുണ്ട്, എന്തെങ്കിലും നെഗറ്റീവ് പറയുമ്പോൾ അത് യേശുക്രിസ്തു നാമത്തിൽ തന്നെ ക്യാൻസൽ ചെയ്യുന്നു ഒക്കെ പറയാറുണ്ട്. അപ്പോൾ ഇതിനെ ക്യാൻസൽ ചെയ്തത് ആദ്യമായിട്ട് ആരാന്നറിയാമോ? അത് മറ്റാരുമല്ല, യേശുക്രിസ്തുവാണ്. ആ ക്യാൻസലേഷൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ബാലെ മരിച്ചിട്ടില്ല. യായിറോസ് വന്ന് കർത്താവിനോട് പറഞ്ഞു, ഇങ്ങനൊരു സംഭവമുണ്ട്, നമുക്ക് തീരെ സുഖമില്ല, ചെയ്യാമെന്നൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് പുള്ളി ഒരു പ്രതീക്ഷയോട് വരുന്നത്. വേറെ മാർഗമൊന്നുമില്ല, ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്യാൻ പറ്റുന്ന വ്യക്തി യേശുവാണ്, അതുകൊണ്ടാണ് അവിടെ വരുന്നത്. അപ്പം അവിടെ ആലോചിച്ചോണം, പുള്ളി അവിടെ വന്നിട്ടുണ്ടെങ്കിൽ പുള്ളിക്ക് ഉള്ളിൽ ഒരു വിശ്വാസമുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ തന്നെ രണ്ടാമത് അവിടുന്ന് പുള്ളിയുടെ വീട്ടിൽ നിന്ന് ആൾക്കാരൊക്കെ വന്നിട്ട് പറയും, ഗുരുവിനെ ഇനിയും ബുദ്ധിമുട്ടിക്കേണ്ട, കൊച്ചു പോയി. പക്ഷെങ്കിൽ കർത്താവ് പറഞ്ഞൊരു വാക്കിതാണ്, ബാല മരിച്ചിട്ടില്ല എന്ന് വെച്ചാൽ ആ മകൾ മരിച്ചിട്ടില്ല, ഉറങ്ങുക അത്രേ ചെയ്യുന്നു എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ആ മരണത്തെ ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഇതാണ് ഈ ക്യാൻസലേഷൻ. അപ്പം നമ്മൾ നെഗറ്റിവിറ്റി വരുമ്പോൾ അതിനെ നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോൾ ഇത് എവിടെ നിന്നാണ് നമ്മൾ പഠിച്ചത്? യേശു ചെയ്ത് തന്നെയാണ് പഠിച്ചത്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ സാഹചര്യത്തെ അല്ല നമ്മൾ നോക്കി വിലയിരുത്തേണ്ടത്. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. അങ്ങനെ ആണെങ്കിൽ നമ്മുടെ നോട്ടം നമ്മുടെ സൃഷ്ടിതാവായ ദൈവത്തിൻ്റെ മേൽ തന്നെ ആയിരിക്കണം. അവനാൽ അസാധ്യമായിട്ടൊന്നുമില്ല. നെഗറ്റീവ് പറയുകയോ കേൾക്കുകയോ ചെയ്യരുത്. അത് വളരെ എഫേർട്ട് എടുത്ത് അതിനെ നമ്മൾ ഒഴിവാക്കണം. ഗോഡ് ബ്ലെസ് യു.